ഇഫ് ദ സം ഓഫ് ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് 2s സ്ക്വയർ മൈനസ് കെ റൂട്ട് 2 എക്സ് പ്ലസ് 1 ഈസ് റൂട്ട് തന്നിട്ടുണ്ട്. അതായത് പോളിനോമിയലിന്റെ സം ഓഫ് റൂട്ട് 2 ആയി തന്നിട്ടുണ്ട്. ദെൻ ദ വാല്യൂ ഓഫ് കെ എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ പോളിനോമിയൽ എടുക്കുക, പി ഓഫ് എക്സ് ഈക്വൽ ടു 2s സ്ക്വയർ മൈനസ് കെ റൂട്ട് 2 എക്സ് പ്ലസ് 1 എടുക്കുക. നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ എന്താണോ അത് ഫസ്റ്റ് വൺ എടുക്കുക. പി ഓഫ് എക്സ് 2s സ്ക്വയർ മൈനസ് കെ റൂട്ട് 2 പ്ലസ് എക്സ് പ്ലസ് 1. ഇവിടെ നമുക്കറിയാം എ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് എ സ്ക്വയർ ആണ്. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എ ബി സി കണ്ടുപിടിക്കുക. എ ദാറ്റ് ഈസ് ഈക്വൽ ടു 2, ബി എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ റൂട്ട് 2, സി കോൺസ്റ്റന്റ് ടേം ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. ഇനി സം ഓഫ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ആണ്, ദാറ്റ് ഈസ് ബി മൈനസ് ബി ബൈ എ. അപ്പൊ ബി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് കെ റൂട്ട് 2 ഡിവൈഡഡ് ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 വരും. അപ്പൊ ഈ മൈനസും കൂടെ കൂടുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ആവും. അപ്പൊ കെ റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2 വരും. ഇനി നമ്മൾ ഇവിടെ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുത്താൽ മതി. സം ഓഫ് റൂട്ട് നമുക്ക് 2 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു 2 ആണ്. ദാറ്റ് ഈസ് കെ റൂട്ട് 2 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 2 വരും. ഇനി കണ്ടുപിടിക്കേണ്ട നമ്മൾ കെ അവിടെ നിർത്തി കഴിയുമ്പോൾ ഈ 2 നേരെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 2 × 2 വരും. ദെൻ റൂട്ട് 2 കെ ഇവിടെ എഴുതാം. ദെൻ കെ കണ്ടുപിടിക്കേണ്ട കെ അവിടെ വട്ടം ഇടുക, അവിടെ നിർത്തുക നമ്മൾ. ദെൻ ഈ റൂട്ട് 2 ഈ 2ന്റെ താഴേക്ക് പോകും. അപ്പൊ 2 × ആ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഈ റൂട്ട് വെട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ റൂട്ട് കിടക്കുമല്ലേ. അപ്പൊ റൂട്ട് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2നെ നമുക്ക് റൂട്ട് 2 × റൂട്ട് 2 എന്ന് എഴുതാലോ. അപ്പൊ ഒരു റൂട്ടും ക്യാൻസൽ ആയി പോകും. അപ്പൊ ദാറ്റ് ഈസ് ആൻസർ ഈസ് 2 റൂട്ട് വരും. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? സി ആണ്. 2 റൂട്ട് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 2023 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഇഫ് ആൽഫ ആൻഡ് ബീറ്റ ആർ ദ സീറോസ് ഓഫ് എ പോളിനോമിയൽ പി ഓഫ് എക്സ് കെ സ്ക്വയർ മൈനസ് 30x പ്ലസ് 45. ഓക്കെ, ഇവിടെ ആ ഒരു കണ്ടീഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ആൽഫ പ്ലസ് ബീറ്റ ഈക്വൽ ടു ആൽഫ ബീറ്റ. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഫസ്റ്റ് വൺ എന്ത് കഴിഞ്ഞു? സം ഓഫ് റൂട്ടും പ്രോഡക്റ്റ് ഓഫ് റൂട്ടും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യമേ പോളിനോമിയൽ എഴുതി കെ സ്ക്വയർ മൈനസ് 13x പ്ലസ് 45k. ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എ എഴുതുക, ബി എഴുതുക, മൈനസ് 13. കാരണം കോഎഫിഷ്യന്റ് ഓഫ് എക്സ് കോൺസ്റ്റന്റ് ടേം ആണ് നമ്മുടെ സി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 45k. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാ? സം ഓഫ് റൂട്ട് കണ്ടുപിടിക്കുക. ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 13 ബൈ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 13 ഡിവൈഡഡ് ബൈ കെ. ദെൻ ഫസ്റ്റ് വൺ. ദെൻ പ്രോഡക്റ്റ് ഓഫ് റൂട്ട് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ബീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു സി ബൈ എ, സി ദാറ്റ് ഈസ് ഈക്വൽ ടു 45k ഡിവൈഡഡ് ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു കെ. ഈ കെയും കൂടെ നമുക്ക് അവിടെ ക്യാൻസൽ ആയി പോകും. ഈ രണ്ട് ഇക്വേഷനും, ഇതും ഈ ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2, ഈ രണ്ടും ഈക്വൽ ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഈക്വൽ ടു 30 ബൈ കെ വരും. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, കെ ഇങ്ങോട്ട് മാറ്റുക. 45നെ നമ്മൾ 30യുടെ താഴേക്ക് വിടുക. അപ്പൊ കെ ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 45 വരും. 30 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 × 5. 45നെ 9 × 5 എന്ന് എഴുതാം. 5ഉം ക്യാൻസൽ ആയി പോകും. 6ഉം 9ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2/3 വരും. കാരണം 6നെ 2 × 3യും 9നെ 3 × 3യും എഴുതാം. അപ്പൊ ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ആൻസർ ഈസ് 2/3 വരും. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 2/3 ആയിരിക്കും.